ജേസൺ, ഇപ്പോൾ യുഹാനൻ മാർ മെലിത്യോസിന്റെ ശബ്ദം എന്നുള്ളത് ഒറ്റപ്പെട്ടതാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സഭാ നേതൃത്വം അതിനെ തള്ളുകയാണ്. ഇത് ഇപ്പോൾ പാലക്കാടുണ്ടായ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന രൂപത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന പ്രതികരണം വരികയും ചെയ്യുകയാണ്. ഈ തുടർ പ്രതികരണങ്ങൾ വന്ന ശേഷം യുഹാനൻ മാർ മെലിത്യോസ് പ്രതികരിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് വീണ്ടും? സ്മൃതി, മിലിത്യോസിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആരും ആ പ്രസ്താവനയെ ഏറ്റുപിടിക്കാൻ ഒരു സഭകളിൽ നിന്നും എത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ബിഷപ്പുമാരുമൊക്കെ പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ നാം ബന്ധപ്പെട്ടപ്പോൾ കടുത്ത ആരോപണങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഗുരുതരമായ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രതികരണമാണ് മിലിത്യോസിൽ നിന്നുണ്ടായത്. പ്രധാനമന്ത്രിക്ക് എതിരെ നേരിട്ടുള്ള ഒരു ആക്രമണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, BJPയും RSSും രാജ്യത്ത് നിന്ന് ക്രൈസ്തവരെയും അതുപോലെ തന്നെ മുസ്ലിമുകളെയും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതടക്കമുള്ള രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ആരോപണവും ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു സഭകളിലെ ഒരു ബിഷപ്പുമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതന്മാരോ ഈ വിഷയം ഏറ്റുപിടിക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ ഏറ്റുപിടിക്കുന്നത് ഉചിതമാവില്ല എന്ന നിലപാടാണ് നാം വ്യക്തിപരമായി സംസാരിച്ച പല ബിഷപ്പുമാരും പങ്കുവെക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വളരെ നല്ല ബന്ധത്തിൽ കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് പിരിഞ്ഞ പ്രധാനമന്ത്രിക്കെതിരെ ഇന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് ഒട്ടും ന്യായയുക്തമല്ല എന്ന നിലപാടാണ് രഹസ്യമായി പല ബിഷപ്പുമാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബിഷപ്പുമാരെ ഒരു സഭയുടെയും, സീറോ മലബാർ സഭയുടെയും മാത്രമല്ല ഓർത്തഡോക്സിൻ്റെയോ അല്ലെങ്കിൽ യാക്കോബയുടെ ഉൾപ്പെടെയുള്ള ഒരു സഭയുടെയും ഒരു ബിഷപ്പുമാരും ഇത് ഏറ്റുപിടിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ശബ്ദമായി മാറുകയാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു പൊതു ഇടങ്ങളിൽ സ്വന്തമായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു ബിഷപ്പുമാർ ഈ അഭിപ്രായം ഏറ്റുപിടിക്കാൻ തയ്യാറാവാത്തത്. സ്മൃതി.